ഹലോ വെൽക്കം ടു Aamis ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി കുറച്ച് പോർഷൻസും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലാഗാണ് ബാക്കി സബ്ജക്ട്സൊക്കെ, പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് എക്സാം ആകുമ്പോഴേക്കും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും എക്സാം ടൈമിലായി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ് നമുക്ക് 75% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ അതിൽ ആൻസേഴ്സും കൊടുക്കുന്നതും കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഡൗട്ട്സ് എന്ത് വന്നാലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഒരുവിധം എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിടുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Read the sentence from the narrative. The jungle air crash. I was so dizzy that after each step I had to rest. The jungle air crash എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ഒരു ലൈനാണ് തന്നിരിക്കുന്നത് കേട്ടോ. അത് എന്താണ് മീനിങ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Can you guess the meaning of the sentence? Write your ideas here. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? ദ നറേറ്റർ ഹാഡ് ടു റെസ്റ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും എനിക്ക് റെസ്റ്റ് ചെയ്യണമായിരുന്നു. ബിക്കോസ് ഹി വാസ് ടു ടയേർഡ് ഓർ ഗിഡി ഓർ അൺബാലൻസ്ഡ്. ഡിസി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അത് നമുക്ക് ടയേർഡെന്നോ ഗിഡിന്നോ അൺബാലൻസ്ഡോ കൊടുക്കാം. ഒരുപാട് ക്ഷീണമുള്ളതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഞാൻ റെസ്റ്റ് ചെയ്തിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ദ നരേറ്റർ വാസ് ഡിസി. വാട്ട് ഹാപ്പൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്? നരേറ്റർ അവിടെ ഡിസി ടയേർഡായിരുന്നു. അതിന് ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഹി ഹാഡ് ടു റെസ്റ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ആ ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ആൾക്ക് റെസ്റ്റ് ചെയ്യണമായിരുന്നു. തന്നിരിക്കുന്ന ഒരു ലൈനിനെ പല രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യണ വാക്കുകൾ നോക്കിയേ. ഐ വാസ് സോ ഡിസി, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അവിടെ സോ വെച്ചു നമ്മൾ. ദാറ്റ്, ഇനി രണ്ട് ലൈനിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ദാറ്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റെസ്റ്റ് ചെയ്തു. സോ ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മളോട് ഉപയോഗിക്കുന്നത് എന്താ? രണ്ട് ലൈനിനെ ബന്ധിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കാരണം പറയുന്നു. ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു? ഒരു കാരണം ഉണ്ടായിരിക്കും. ഇഫ് വി സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് വി ഗെറ്റ്, ആ ഒരു ലൈൻ, ഫസ്റ്റത്തെ ലൈൻ ഐ വാസ് സോ ഡിസി ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ്, അത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ വാസ് വെരി ഡിസി ഒന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് എടുക്കാം. ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റെസ്റ്റ് രണ്ടാമത്തെ സെൻറ്റൻസ് ആയിട്ട് എടുക്കാം. ദ നരേറ്റർ ഫെൽറ്റ് വെരി ഡിസി ആൻഡ് ആസ് എ റിസൾട്ട് ഷീ ഹാഡ് ടു റെസ്റ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ടു കമ്പൈൻ ദ ടു സെൻറ്റൻസ്. ഇറ്റ് ബ്രിങ് ഔട്ട് ദ മീനിങ് ദറ്റ് വൺ ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഓർഡർ. അപ്പോൾ രണ്ട് ലൈൻസിനെ രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്യാനാണ് സോ ദാറ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇനി അതുപോലെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റീസൺ എന്ന് പറയുന്നത് ഐ വാസ് വെരി ഡിസി, ടയേർഡാണ്, അതാണ് അവിടുത്തെ കാരണം. റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്? അതുകൊണ്ട് ടയേർഡ് ആയതുകൊണ്ട് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ് ഐ ഹാഡ് ടു റിസൾട്ട്, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നു, അതാണ് റിസൾട്ട്. ഓക്കെ, ഇനി നൗ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. തന്നിട്ടുള്ള കുറച്ച് ലൈൻസ് ഇതുപോലെ വായിക്കുക. അതിലെ റീസൺ എന്താണ്, റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് തരംതിരിച്ച് എഴുതുക. ഫസ്റ്റ് വൺ, ദ എക്സാം വാസ് സോ ഡിഫിക്കൽട്ട് ദ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഫെയിൽഡ്. അപ്പോൾ ഇവിടുത്തെ കാരണം എന്താണ്? എക്സാം ഡിഫിക്കൽട്ടായിരുന്നു, അത് ഇവിടുത്തെ റീസണാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്റ്റുഡൻസൊക്കെ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും അവിടെ തോറ്റുപോയി. അപ്പോൾ റീസണിൻ്റെ അവിടെ ദ എക്സാം വാസ് ഡിഫിക്കൽട്ട്, റിസൾട്ടിൻ്റെ അവിടെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഫെയിൽഡ്. അടുത്തത്, ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി ഹാഡ് ടു ബി റഷ്ഡ് ടു എ ഹോസ്പിറ്റൽ. ആൾ ഭയങ്കര വീക്കായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വേഗം റഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിച്ചങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ റീസൺ എന്താണ്? ഹി വാസ് വെരി വീക്ക്, അവൻ ടയേർഡായിരുന്നു, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഹി ഹാഡ് ടു ബി റഷ് ടു ദ ഹോസ്പിറ്റൽ. നെക്സ്റ്റ്, ദ ടീ ഈസ് സോ ഹോട്ട് ദാറ്റ് വി കാനോട്ട് ഡ്രിങ്ക് ഇറ്റ്. ഇതിലെല്ലാത്തിലും സോ ദാറ്റ് ഇതിങ്ങനെ വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ദ ടീ ഈസ് വെരി ഹോട്ട്, അതെന്താണ് അവിടുത്തെ റീസൺ? അതുകൊണ്ട് എന്താണ്ടായി? ദാറ്റ് വി കാനോട്ട് ഡ്രിങ്ക് ഇറ്റ്, അതുകൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് വൺ, ഹി ഡ്രോവ് സോ ഫാസ്റ്റ് ദാറ്റ് നോ വൺ കുഡ് ഓവർടേക്ക് ഹിം. ഹി ഡ്രോവ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ്, നല്ല രീതിയിൽ വേഗത്തിലാണ് ഡ്രൈവ് ചെയ്യണത്, അതുകൊണ്ട് ആർക്കും അവനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. C part, now combine the following sentence using so that. The air was very turbulent. അപ്പോൾ നമ്മൾ ഇത്ര നേരം സോയും ദാറ്റും ഉള്ള സെൻറ്റൻസ് കണ്ടിട്ട് അത് നമ്മൾ റീസണും റിസൾട്ടും ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ എന്ത് വേണം? ഒരു ലൈനായിട്ട് മാറ്റണം, സോയും ദാറ്റും ഉപയോഗിച്ചിട്ട്. ഓക്കെ, ദ എയർ വാസ് വെരി ടർബുലൻറ്റ്, അത് ഫസ്റ്റ് സെൻറ്റൻസ്. ദ പ്ലെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ. ഇനി ഇവിടെ നമ്മൾ സോയും ദാറ്റും എവിടെ ഉപയോഗിക്കും? ദ എയർ വാസ് സോ ടർബുലൻറ്റ്, വെരി ഉള്ളിടത്ത് നമുക്ക് സോ ഉപയോഗിക്കാം. സോ ടർബുലൻറ്റ് ദാറ്റ് ദ പ്ലെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് അപ്പ് ആൻഡ് ഡൗൺ. അടുത്തത്, ജംഗിൾസ് ആർ ക്വൈറ്റ് അട്രാക്റ്റീവ്.
യു ഫോർഗട്ട് ദ ഡേഞ്ചേഴ്സ് ലർക്കിംഗ് ഇൻ ദം. ജംഗിൾസ് ആർ ക്വൈറ്റ് എന്നുള്ളതിന് പകരം സോ എന്ന് ഉപയോഗിക്കാം. രണ്ടും ഒരേ മീനിങ്ങാണ്, ഒരുപാട് അട്രാക്റ്റീവാണ്. പക്ഷേ ദാറ്റ് യു ഫോർഗട്ട് ദ ഡേഞ്ചേഴ്സ് ലർക്കിംഗ് ഇൻ ദം, അതിൻ്റെ ഉള്ളിലുള്ള ഡേഞ്ചേഴ്സ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും അട്രാക്റ്റീവാണ് നമ്മുടെ കാടുകൾ. The men were extremely helpful. Julian's life was saved. The men were so helpful that Julian's life was saved. And last one, Berman's painting was absolutely realistic. Absolutely എന്നുള്ളത് മാറ്റിയിട്ട് so realistic എന്ന് എഴുതാം. Berman's painting was so realistic. Full stop ഉള്ളിടത്ത് എന്താ എഴുതാം? That it saved Johns's life. മനസ്സിലായല്ലോ? ഇതൊന്നും കൂടി നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സോയും ദാറ്റും എവിടെ ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ റിസൾട്ടും റീസണും ആക്കി മാറ്റാം നമുക്ക് മനസ്സിലാവും കേട്ടോ. ആക്ടിവിറ്റി 5, റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ നറേറ്റീവ് ദ ജംഗിൾ എയർ ക്രാഷ്. അപ്പോൾ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള ഒരു നറേറ്റീവ് വീണ്ടും തന്നിട്ടുണ്ട്, ഒന്ന് വായിക്കാൻ പറയുന്നുണ്ട്. I was sitting in the third row of a seat from the rear next to the window. Mother sat beside me and a man we didn't know on the aisle. Aisle എന്ന് പറഞ്ഞാൽ ആ സീറ്റിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേർഡ് റോയിൽ ഇരുന്ന് സഞ്ചരിച്ച് പോകുമായിരുന്നു. വിൻഡോൻ്റെ അടുത്തായിരുന്നു. എൻ്റെ അടുത്ത് ആരുണ്ട്? അമ്മയുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് വേറൊരാളും കൂടി ഉണ്ട്, നമുക്കറിയാത്തൊരു വ്യക്തി. ഫ്ലൈറ്റിലൊക്കെ നമുക്കറിയാത്ത ആൾക്കാരാണ് അടുത്തൊക്കെ വന്നിരിക്കുക. നമുക്ക് ബസ്സിലായാലും ട്രെയിനായാലും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പബ്ലിക് ട്രാവലിംഗ് ആണെങ്കിൽ അതങ്ങനെയായിരിക്കും. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ വേർഡ്സ് ഗിവൻ ഇൻ ബോൾഡ്? ബോൾഡിൽ തന്നിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട് അതിനുള്ളിൽ, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻ, ഫ്രം, നെക്സ്റ്റ് ടു, ബിസൈഡ്, ഓൺ. The words in, from, next to, beside and on are preposition. Prepositions ആണ് ഈ വാക്കുകളെ പറയാം. They are usually placed before pre a noun or noun phrase. Preposition എന്ന് പറയുന്നത് നൗണിൻ്റെ മുൻപായിട്ടോ നൗണിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അതുമാത്രമല്ല നൗൺ ഫ്രേസിനെ എന്ന് പറഞ്ഞാൽ, നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? നൗണിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ ബി പാർട്ട്, റീഡ് ദ ഫോളോയിങ് പാസേജ്. I was traveling by train. As the weather was too hot, ഞാൻ എന്താണ് ട്രെയിനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ചൂടുള്ളായിരുന്നു. അതുകൊണ്ട് I was dressed in white. അതുകൊണ്ട് ഞാൻ വെള്ള ഡ്രസ്സിലായിരുന്നു ഇട്ടിരുന്നത്. The person who sat next to me was reading a book. എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റിൻ്റെ past tense. I asked him where he lived. എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. He replied that he was an actor and returning after a stage performance. അദ്ദേഹം പറഞ്ഞു ഞാനൊരു കലാകാരൻ എന്നല്ല, ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആക്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു. Now let's analyze the first sentence. ഇനി നമുക്കിതിലെ ഓരോ ലൈൻസും നോക്കാം. I was traveling by train. ഞാൻ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? By train. The preposition by in the sentence come before the noun train. Noun എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരുടെ പേരാവാം, സ്ഥലങ്ങളുടെ പേരാവാം, സാധനങ്ങളുടെ പേരാവാം. ഇവിടെ സാധനം എന്ന് പറയുന്നത് ട്രെയിനാണ്. ട്രെയിന് മുൻപായിട്ടാണ് ബൈ യൂസ് ചെയ്തിരിക്കുന്നത്. ബൈ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനാണ്. ക്ലിയർ ആയല്ലോ? ലിസ്റ്റ് ദ പ്രിപ്പോസിഷൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ വേർഡ് ക്ലാസസ് ദാറ്റ് ഫോളോ ദം. ഇതുപോലെ ഉപയോഗിക്കുന്ന, ഇപ്പം നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ബൈ പറഞ്ഞു, ഫോളോഡ് ബൈ. ഈ ബൈ എന്ന് പറയുന്നത് എന്തിൻ്റെ കൂടെ വരുന്നത്? അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താ? ട്രെയിനാണ്. ഈ വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നൗണാണ് അവിടുത്തെ. ഇനി അടുത്ത പ്രിപ്പോസിഷൻ അടുത്ത ലൈനിലെന്ന് പറയുന്നത് ഐ വാസ് ഡ്രസ്ഡ് ഇൻ വൈറ്റ്. ഇന്നാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? വൈറ്റ് എന്നുള്ള വാക്കാം. വൈറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനമാണോ? അല്ല, പക്ഷെ ഒരു സാധനത്തിനെ വിശേഷിപ്പിക്കുന്നതാ. അപ്പോൾ അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് ഒന്നിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വൈറ്റ് ഷർട്ടിനെയാണ് വെള്ള കളർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് യൂസ്ഡ് ആസ് എ നൗൺ എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്ത ലൈൻ വായിക്കുമ്പോൾ ദ പേഴ്സൺ ഹൂ സാറ്റ് നെക്സ്റ്റ് ടു മീ. നെക്സ്റ്റ് ടു ആരുടെ അടുത്ത? മീ ആണ്. ഫോളോഡ് ബൈ. നെക്സ്റ്റ് ടു കഴിഞ്ഞിട്ട് എന്താ? മീ. അത് അടുത്ത കോളത്തിൽ എഴുതി. അതെന്താണ്? ഈ ഒരു മീ ഒരാളിനെ കൂടുതൽ ഒന്നും കൂടി, പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഓക്കെ, ഇപ്പം ഹി, ഹിസ്, ഹെർ, മീ എന്ന് പറയുന്നതൊക്കെ പ്രൊനൗണാണ്. ആൾക്കാർ ഇപ്പം നമ്മൾ ഒരുപാട് വട്ടം നമ്മളിപ്പോൾ നമ്മളെ പറ്റി പറയുമ്പോൾ ഐ യൂസ് ചെയ്യും, മീ യൂസ് ചെയ്യും, നമ്മുടെ എന്ന് പറയുമ്പോൾ അസ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ കുറേ വാക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഒരാളുടെ പേരായിരിക്കും. ആവില്ല, നമ്മൾ രാമു ഈസ് എ ഗുഡ് ബോയ്, രാമു ലൈക്സ് ഫുട്ബോൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാമു എന്ന് പറയുന്നതിന് പകരം ഹിസ്, ഹെർ എന്നൊക്കെ ഉപയോഗിക്കില്ലേ? അതുപോലെ തന്നെ അതിനെ നമ്മൾ പ്രൊനൗൺ എന്നാ പറയാം. അടുത്ത ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ ഐ ആസ്ക്ഡ് ഹിം വേർ ഹി ലിവ്ഡ്, അതിലൊന്നുമില്ല. He replied that he was an actor and returning after a stage performance. അവിടെ ആഫ്റ്റർ ആണ് പ്രിപ്പോസിഷൻ. ഫോളോഡ് ബൈ. ആഫ്റ്റർ കഴിഞ്ഞിട്ട് എന്താ?
സ്റ്റേജ് പെർഫോമൻസ് ആണ്. അത് അവിടുത്തെ എന്താണ്, നൗൺ ഫ്രേസ് ആണ്. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നൗണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ എന്താണ്, സ്റ്റേജ് പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഫ്റ്റർ ഈ സ്റ്റേജ് പെർഫോമൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. പ്രിപ്പോസിഷൻ ക്യാൻ കം ബിഫോർ എ നൗൺ. ഒരു നൗണിൻ്റെ മുൻപായിട്ട് വരാം. എ പ്രൊനൗൺ എന്ന് വെച്ചാൽ മീ, ഹി, ഹിസ്. ആൻ അഡ്ജക്റ്റീവ് യൂസ്ഡ് ആസ് എ നൗൺ ഓർ എ നൗൺ ഫ്രേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നൗൺ ഫ്രേസ് കൊടുത്ത സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു, നൗൺ ട്രെയിൻ ആയിരുന്നു. അപ്പോൾ ഇതിന് മുൻപായിട്ടൊക്കെ പ്രിപ്പോസിഷൻ വരാം. ഇനി അടുത്തത് സി പാർട്ട്. Shankar is from Kannur. Last week he went to Thiruvananthapuram. It was his first visit. Fill in the blanks with suitable words given in bracket. ഇപ്പോൾ ശങ്കർ കണ്ണൂർ എന്നാണ് വരുന്നത്. ലാസ്റ്റ് വീക്കിൽ തിരുവനന്തപുരത്ത് എത്തി. അത് അന്നത്തെ അവിടുത്തെ ഒരു ഫസ്റ്റ് വിസിറ്റ് ആയിരുന്നു തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. ശങ്കർ ട്രാവൽ ഡാഷ് കണ്ണൂർ ടു തിരുവനന്തപുരം. അപ്പോൾ ശങ്കർ ട്രാവൽ ചെയ്ത് കണ്ണൂർ ടു തിരുവനന്തപുരം. അപ്പോൾ ടു എന്ന് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, എവിടെ നിന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രം കണ്ണൂർ ടു തിരുവനന്തപുരം. ഡാഷ് ജൻശതാബ്ദി ട്രെയിൻ. അപ്പോൾ ട്രെയിനിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പോയത്, ഇൻ ജൻശതാബ്ദി ട്രെയിൻ. അപ്പോൾ അവിടെ ബൈ ഉണ്ടെങ്കിൽ ബൈ കൊടുക്കാം. അപ്പോൾ ഞാനവിടെ ബൈ എന്ന് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ബൈ എന്ന് എഴുതരുത്, ഇൻ എഴുതിക്കോളാം കേട്ടോ. On the first day, he travelled dash തിരുവനന്തപുരം in a double-decker bus. ആദ്യ ദിവസം തിരുവനന്തപുരത്ത് ഒന്ന് കറങ്ങി എന്നാണ് പറയുന്നത്. ഡബിൾ ഡെക്കർ ബസ്സിലാണ് പോയത്. അപ്പോൾ നമ്മൾ റൗണ്ട് തിരുവനന്തപുരം in a double-decker bus. Then he went dash the പുത്തൻ സ്ട്രീറ്റ്. എന്തായിരിക്കും, then he went to the പുത്തൻ സ്ട്രീറ്റ് looking at the shops. After that, he walked dash the bridge to see the പത്മനാഭസ്വാമി temple. ബ്രിഡ്ജിലൂടെ നടന്നു. എങ്ങോട്ട്, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ബ്രിഡ്ജിലൂടെ എന്ന് പറയുമ്പോൾ അലോങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിലൂടെ, അതിലൂടെ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഹി വാക്ക്ഡ് അലോങ് ദ ബ്രിഡ്ജ് ടു സീ ദ പത്മനാഭ സ്വാമി ടെമ്പിൾ. ഇൻ ദ ഈവനിങ് ഹി ഗോട്ട് ഡാഷ് എ സ്പീഡ് ബോട്ട് അറ്റ് വേലി. എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻ ദ ഈവനിങ്ങിൽ അവൻ എന്ത് ചെയ്തു, ഒരു സ്പീഡ് ബോട്ടിലേക്ക് കയറി. അപ്പോൾ ഹി ഗോട്ട് ഇൻ ടു, അതിൻ്റെ ഉള്ളിലേക്കാണല്ലോ കയറുന്നത്. ഇനി ഹി റിട്ടേൺ ഡാഷ് കണ്ണൂർ ദ നെക്സ്റ്റ് ഡേ. കണ്ണൂരിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ടു ദ കണ്ണൂർ, വേണ്ട, ടു കണ്ണൂർ ദ നെക്സ്റ്റ് ഡേ. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ്, റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ ബിലോ ആൻഡ് ഡ്രോ എ പിക്ചർ. ഇവിടെ തന്നിരിക്കുന്നത് വായിച്ചൊരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Rima's family consists of her father, mother, 2 sisters and a brother. Today is Rima's birthday. The members of the family are sitting at the dining table. There are a variety of dishes on the table and the room is decorated with balloons and festoons. അപ്പോൾ അവിടെ റീമയുടെ ബർത്ത്ഡേ ആണ്. റീമയ്ക്ക് ആരൊക്കെ ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, 2 സിസ്റ്ററുണ്ട്, ഒരു ബ്രദറുണ്ട്. അവരെല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുകയാണ്. റീമ is sitting opposite her mother. Her brother Arun is standing behind his mother with a cake. അപ്പോൾ അവിടെ റീമ അമ്മയുടെ മുൻപിലായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ എന്തുണ്ട്, ഒരു കേക്ക് കൈ പിടിച്ചിട്ട് ബ്രദർ നിൽക്കുന്നുണ്ട്. It has a big candle on it. There are a few presents beside the table. Radhika, Rima's sister, is standing near the door to switch off the light. അപ്പോൾ അവിടെ കുറച്ച് പ്രസൻറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ക്യാൻഡിൽ കത്തിച്ചിട്ടാണ് അവിടെ കേക്ക് ഉള്ളത്. രാധിക എന്ന് പറഞ്ഞിട്ട് റീമയുടെ സിസ്റ്റർ അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വായിച്ച ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങളോട് ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചർ വരയ്ക്കാനൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല. എന്നാലും അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റിവേഴ്സ് ആയിട്ടാണ് അത് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ തന്നിട്ട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനായിട്ടാണ് അവർ ആ പാരഗ്രാഫ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, നമുക്കിവിടെ ഇയാൾക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. ഇവിടെ കിരൺ കൊടുക്കുന്നു. അപ്പോൾ ഒരു റൂമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് അവിടെ കാണുന്നതെന്ന് എഴുതാമല്ലോ. Kiran is sitting on a chair and working on his computer. A few books are lying on the table. ടേബിളിൽ കുറച്ച് ബുക്കോടൊക്കെ എടുക്കുന്നുണ്ട്. Beside the table, ടേബിളിൻ്റെ സൈഡിലായിട്ട് എന്തുണ്ട്, on the right side, വലത്ത് സൈഡിൽ a small flower pot with a green plant is seen. ഒരു ചെടിച്ചട്ടി, അതിൽ ഒരു ഗ്രീൻ പ്ലാൻ ഉണ്ട്. In front of the table, a bag is lying on the floor. നിലത്ത് ഒരു ബാഗ് അവിടെ വീണ് കിടക്കുന്നുണ്ട്. Kiran is quite engaged in his work. ജോലിയിൽ ആൾ ഇങ്ങനെ ഭയങ്കര ധൃതിയായിട്ട് നിൽക്കുക. എൻഗേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആൾ അതിൽ ശ്രദ്ധിച്ചിരിക്കുക. The door behind him is open and a shirt is hung on the door. ഡോറ് പിന്നിലുള്ളത്, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നിലുള്ളത് തുറന്ന് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഷർട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. എ വാർഡ്രോബ് മെയ്ഡ് ഓഫ് വുഡ് ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ഫ്ലോർ. ആ ഫ്ലോറിൽ തന്നെ ഒരു വാർഡ്രോബ്, നമുക്കൊരു അലമാര എന്നൊക്കെ പറയില്ല, അത് അവിടെ ഇരിക്കുന്നുണ്ട്, മരത്തിൻ്റെ. ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും വരും. കാരണം ഇന്ന്, ഓണ്, അറ്റ്, ആർട്ടിക്കിൾസ്, നൗണ്, പ്രൊനൗണ്, പ്രിപ്പോസിഷൻ, അഡ്ജക്റ്റീവ്, ഇതൊക്കെ നിങ്ങൾ ശരിക്കാണോ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പാർട്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. അപ്പോൾ ഇവിടെ സെൻഡ് മീ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The wise man said, just walk this way, dash the dawn of the light. അപ്പോൾ ഒരു ബുദ്ധിയുള്ള ആൾ പറഞ്ഞു, ഈ വഴിക്ക് അങ്ങോട്ട് പോയിക്കോ, ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ to the dawn of the light. The wind will blow and
ഡാഷ് യുവർ ഫേസ് ആസ് ദ ഇയർ പാസ് യു ബൈ. അപ്പോൾ വിൻഡ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോ ചെയ്യുന്നുണ്ട്. ഡാഷ് യുവർ ഫേസ് നിങ്ങളുടെ മുഖത്തേക്കാണല്ലോ, അപ്പോൾ ഇൻ ടു യുവർ ഫേസ് എന്ന് പറയും. ഇനി ഹിയർ ദിസ് വോയിസ് ഡാഷ് ഡീപ്പ് ഇൻസൈഡ്. ഇതാ ഒരു വോയിസ് വരുന്നു, ഡീപ്പ് ഇൻസൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, ഡീപ്പ് ഇൻസൈഡിൽ നിന്ന്. അപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഫ്രം. എവിടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ടു ഉപയോഗിക്കും. ക്ലിയർ ആയല്ലോ. ഇറ്റ്സ് ദ കോൾ ഡാഷ് യുവർ ഹാർട്ട്. അത് നിങ്ങളുടെ ഹാർട്ടിൻ്റെ കോളാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓഫ് യുവർ ഹാർട്ട്. ക്ലോസ് യുവർ ഐസ് ആൻഡ് യു വിൽ ഫൈൻഡ് ദ പാസേജ് ഔട്ട് ഓഫ് ദ ഡാർക്ക്. ഹിയർ ഐ ആം, വിൽ യു സെൻഡ് മീ ആൻ ഏഞ്ചൽ. ഹിയർ ഐ ആം ഡാഷ് ദ ലാൻഡ് ഓഫ് ദ മോർണിംഗ് സ്റ്റാർ. ഇൻ ദ ലാൻഡ് ഓഫ് ദ മോർണിംഗ് സ്റ്റാർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഓഫ് എലോങ് ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാം. ഇതിൻ്റെ മീനിങ്സ് ഒക്കെ നേരത്തെ നമ്മൾ ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങളിത് വായിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. ഓൺ എവിടെ ഉപയോഗിക്കും, ഇൻ എവിടെ ഉപയോഗിക്കുമെന്ന് ചില ലൈൻസ് വായിക്കുമ്പോഴേ നമുക്കറിയാം, ഇവിടെ 2 വരിക, ഇവിടെ 4 വരിക എന്നൊക്കെ. അതറിയണമെങ്കിൽ ടെക്സ്റ്റ് നന്നായി വായിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ബാക്കി നിങ്ങളൊന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള പോർഷനിൽ നിന്ന് തന്നെയാണ് ഒരു പാരഗ്രാഫ് ഇങ്ങനെ വരിക. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ലെറ്റ്സ് എഡിറ്റ്. ഇനി എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. എഡിറ്റ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ മാക്സിമം 95% നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നാണ് അത് വരാറ്. റീഡ് ആൻഡ് എഡിറ്റ് ദ പാസേജ് ഗിവൻ ബിലോ. ദ എറേഴ്സ് ആർ ഗിവൻ ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. അപ്പോൾ കറപ്പിച്ചിട്ടുള്ള വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ജൂലിയൻ അലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ബോട്ട് ലാൻഡ്സ് ഓഫ് ഫ്ലൈറ്റ് 508 അഗെയിൻ ടു വിസിറ്റ് ദ ക്രാഷ് സൈറ്റ്. ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ബോട്ട്സ് എന്താ പറയുക. ഇൻ ദ പ്ലെയിൻ ഷീ സീസ് 2 യങ് മാൻ ടോക്കിംഗ് ക്വൈറ്റ് ലൗഡ്ലി. ആ പ്ലെയിനിൽ 2 ആൾക്കാർ വലിയ സ്വരത്തിൽ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ കാണുന്ന മൊമെൻറ്റിൽ പറയുമ്പോഴാണ് പ്രസൻറ്റ് ടെൻസ് നമ്മൾ എഴുതുക, സി എന്ന് പറയുന്നത്. ഇവിടെ കണ്ട കാര്യമാണ്, അപ്പോൾ നമ്മൾ സോ എന്ന് എഴുതണം, SAW. ദേ ടോക്ക് വെരി ലൗഡ്ലി ദെൻ ദേ ഡിസ്റ്റർബ് ദ അതർ പാസഞ്ചേഴ്സ്. അവർ ഭയങ്കര വലിയ ശബ്ദത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസാരിക്കണതല്ല, അപ്പോൾ സംസാരിച്ചു കൊണ്ടേ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോക്സ് എന്ന് എഴുതണം. ഓക്കെ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂൻസാണ്. അപ്പോൾ നമ്മളതിന് എന്ത് എഴുതും, ടോക്സ് വെരി ലൗഡ്ലി ദാറ്റ് ദേ ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേർഡ്, അത് ചെയ്യുന്ന കാര്യം. പക്ഷെ അവർ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബിങ്, അതും കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആയില്ലേ. നൈദർ ദ പാസഞ്ചർ നോർ ദ എയർ ഹോസ്റ്റേഴ്സ് ലൈക്ക് ദെയർ ബിഹേവിയർ. അവിടുത്തെ പാസഞ്ചേഴ്സിനോ അവിടെ എയർ ഹോസ്റ്റേഴ്സിനോ 2 ആൾക്കും അവരുടെ ബിഹേവിങ് ഇഷ്ടമല്ല. ലൈക്കല്ല, ലൈക്സ് ദെയർ ബിഹേവിയർ. ദ എയർ ഹോസ്റ്റേഴ്സ് പൊളൈറ്റ്ലി സെഡ്. മാന്യമായി പറഞ്ഞു. യു വുഡ് റാദർ കെപ്റ്റ് ക്വൈറ്റ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ആൻഡ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് സോ ദാറ്റ് ദ പ്ലെയിൻ ക്യാൻ ടേക്ക് ഓഫ്. എന്നിട്ട് നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇടണം. അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റിലൊന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. കെപ്റ്റ് അല്ല വരിക, കെപ്റ്റ് ക്വൈറ്റ് അല്ല, കീപ് ക്വൈറ്റ് എന്ന് നമ്മൾ പറയും. കെപ്റ്റ് ക്വൈറ്റ് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് അപ്പോൾ പറയാണല്ലോ, ഉണ്ടായി കഴിഞ്ഞ കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ കീപ് ക്വൈറ്റ് എന്ന് പറയും. ക്ലിയർ ആയില്ലേ. കുഞ്ഞു വർക്ക് നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ എഡിറ്റിംഗ് കുറേ നോക്കണം, കാരണം നമുക്ക് സുഖമായിട്ട് കുറേ ഇതുപോലെ ചെയ്യാം. വേറെ ഇപ്പോൾ ഒരുപാട് ഗ്രാമർ സെക്ഷൻ എന്ന് വന്നാൽ അറിയാം നമുക്കത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരും. ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. Activity 7, read the sentence from the narrative, the jingle air crash, and look at the word given in bold letter. It was the 10th day as I later reconstructed it. ഇനി 2-3 സെൻറ്റൻസ് നോക്കാം. ഐ ന്യൂ ഇറ്റ് വാസ് സെൻസ്ലെസ് ബട്ട് ഐ യെൽഡ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇത്രയുള്ളൂ. കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. റീകൺസ്ട്രക്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്തായി, ആ വേർഡിന് വേറെ മീനിങ് ആയി, വീണ്ടും പുനരാരംഭിക്കുക അങ്ങനെയൊക്കെ വന്നു. സെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് മനസ്സിലാവണ കാര്യങ്ങൾ നമ്മൾ പറയില്ല, സെൻസ് വേണം. സെൻസ്ലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി. ഇങ്ങനെ മുൻപിലും പിൻപിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രിഫിക്സ്, സഫിക്സ് എന്നൊക്കെ നമ്മൾ പറയും. പ്രിഫിക്സ്, സഫിക്സ്. മുൻപിൽ ഉപയോഗിക്കുമ്പോൾ പ്രിഫിക്സ്, അത് കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ സഫിക്സ്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിനി പറയുന്നത് കേട്ടോ. അപ്പോൾ സെൻസ്ലെസ് ബട്ട് ഐ യെൽഡ്, ഹലോ ഹെൽപ്പ്, over and over again. Let's examine the word given in bold. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കാര്യങ്ങൾ, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. The word reconstructed can be split into reconstruct. ഞാൻ പറഞ്ഞു റീയും കൺസ്ട്രക്റ്റും 2 വാക്കുകളാണ്, അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് റീകൺസ്ട്രക്റ്റ് നമുക്ക് കിട്ടുന്നത്. റീ മീൻസ് അഗെയിൻ. എന്തിൻ്റെ മുൻപിൽ റീ ചേർത്താലും റീ എന്ന് പറയുന്നത് തന്നെ അഗെയിൻ, വീണ്ടും, പുനരാരംഭിക്കുക അങ്ങനെയൊക്കെ അർത്ഥം. റീ is added to the beginning of the word construct to form a new word. അപ്പോൾ അത് പുതിയ വാക്കായിട്ട് മാറി. സച്ച് അഡീഷൻ ടു ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് പ്രിഫിക്സ്. ഇങ്ങനെ ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ റീ വെക്കുക, അൺഹാപ്പി, UN അതവിടുത്തെ പ്രിഫിക്സാണ്. അങ്ങനെയൊക്കെ ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രിഫിക്സ് എന്ന് പറയുന്നത്.
ക്യാൻ വി ആഡ് എനി അതർ പ്രിഫിക്സ് ടു ദ വേർഡ് കൺസ്ട്രക്ട്? ഇതുപോലെ കൺസ്ട്രക്റ്റിൻ്റെ മുമ്പ് വേറെ എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി പറ്റും. ഡീകൺസ്ട്രക്ട്. റീകൺസ്ട്രക്ട് എന്ന് വെച്ചാൽ വീണ്ടും കൺസ്ട്രക്ട് ചെയ്യുക. ഡീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യത്തിനെ കമ്പോണൻസ് ആക്കി മാറ്റുക, ഒരു കാര്യത്തിനെ സബ് ഡിവൈഡ് ചെയ്യുക. ഫൈൻഡ് അതർ വേർഡ്സ് ബിഗിനിങ് വിത്ത് റീ ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു 2. അപ്പോൾ ഇതുപോലെ റീ വെച്ചിട്ട് തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ എഴുതുക, അതിനിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് വൺ റീകോൾ എന്ന് നമുക്ക് എഴുതാം. റീക്യാപ്ചർ, റീകാസ്റ്റ്, റീകാൽക്കുലേറ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. Here is a list of prefix. Refer to a dictionary to find the meaning of each and write at least 2 words with each prefix. അപ്പോൾ ഇവിടെ കുറച്ച് പ്രിഫിക്സുകൾ തന്നിട്ടുണ്ട്. അൺ, ഇൻ, ഇൻട്രോ, എക്സ്ട്രോ, ആംപി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ മീനിങ് എന്താണെന്ന് ഡിക്ഷണറിയിൽ നോക്കി നിങ്ങൾ എഴുതണം. പറ്റുമെങ്കിൽ എന്തെങ്കിലും 1-2 എക്സാമ്പിൾസ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഐ എം, ഇം. നമ്മൾ എന്താ കൊടുക്കുക? ഇം എന്ന് വെച്ചാൽ മീനിങ് നോട്ട്, ഇംപൊളൈറ്റ്, ഇംപെർഫെക്റ്റ്, അതാണ് അതിൻ്റെ മീനിങ്. അൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നോട്ട്, ഓപ്പോസിറ്റ് ഓഫ്, റിവേഴ്സൽ, ക്യാൻസലേഷൻ. എന്തെങ്കിലും ഒന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഹാപ്പി, നമുക്കറിയാം സന്തോഷം. അൺഹാപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് അതിനാണ് നമ്മൾ ഉപയോഗിക്കുക. അൺഈവൻ, അൺഏബിൾ, അൺഎഫറൈഡ്, അൺഅവെയർ, അൺകംഫർട്ടബിൾ, അൺകോമൺ, അൺഹാപ്പി എഴുതാം നിങ്ങൾക്ക്. ഇനി ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇൻറ്റു, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടക്കുക. വിത്തിൻ, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇൻട്രോ ഉപയോഗിക്കും. ഇൻട്രോവേർട്ട്, കാരണം എന്താ? ആ കുട്ടി ഇങ്ങനെ അയാളിൽ മാത്രം ചുരുങ്ങിയിരിക്കുക. എക്സ്ട്രോവേർട്ട്, പുറമെല്ലാവരോടും സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ അത് എക്സ്ട്രോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള മീനിങ് ഡിക്ഷണറി നോക്കി ചെയ്യാം കേട്ടോ. എക്സ്ട്രോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ, അല്ലെങ്കിൽ പുറത്തേക്ക്, ഇങ്ങനെ നമ്മൾ പുറമേക്ക്. ഇൻട്രോവേർട്ട് വെച്ചാൽ ഉള്ളിലേക്ക് ആൾ അധികം സംസാരിക്കാത്തൊരു വ്യക്തി. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുറമേക്ക് ഇങ്ങനെ വിശാലമായി നിൽക്കുക. ഒരു വ്യക്തി മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ടോപ്പിക്കിന് നമ്മൾ അങ്ങനെ പറയട്ടോ. എക്സ്ട്രാ ബോൾഡ് നമ്മൾ പറയില്ലേ, ആൾ ഇത്തിരി എക്സ്ട്രാ ബോൾഡ് ആണല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറച്ച് ഓവറാണെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അടുത്തത് ആംപി എന്ന് പറഞ്ഞാൽ ബോത്ത്, ആംബി വാലന്റ്, ആംബിജെൻഡർ, ആംബിപോസിറ്റ്, രണ്ടെണ്ണവും വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ആംപി എന്ന് പറയാം. മോണോ എന്ന് പറഞ്ഞാൽ, മോണോ നമുക്കറിയാം ഒരെണ്ണം, അതിനാണ് പറയാം മോണോഗമി, മോണോബോഡി, മോണോസെല്ലുലാർ. ബൈ എന്ന് പറഞ്ഞാൽ 2. ബൈസൈക്കിൾ എന്തുകൊണ്ടാണ്? 2 വീല് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ബൈ നിങ്ങൾക്ക് അർത്ഥം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ബൈ പാർട്ടീഷ്യൻ, ബൈ വീക്ക്ലി എന്നൊക്കെ പറയും. ഡീകൺസ്ട്രക്ട് നമ്മൾ പറഞ്ഞില്ലേ, മേക്കിംഗ് ദ ഓപ്പോസിറ്റ് ഓഫ്. അതിന് മീനിങ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ്. കൺസ്ട്രക്ട് ചെയ്യുക വെച്ചാൽ ഉണ്ടാക്കുക. ഡീകൺസ്ട്രക്ട് എന്ന് വെച്ചാൽ എന്താ? എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. നമ്മളൊരു വീട് ബിൽഡ് ചെയ്യുമ്പോൾ ഓരോ കല്ലിൻ്റെ കഷ്ണങ്ങളും ബ്രിക്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുക വീണ്ടും. ഇനി ഇന്ന് പറയുന്നുണ്ട്, ഇക്യു പറയുന്നുണ്ട്, ഓവർ, ഒക്കെ ഒരേ മീനിങ്സിലൊക്കെയാണ് വരുന്നത്. എല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് എന്താണ് മീനിങ്സ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അവിടെ റൂട്ട് വേർഡ് തന്നിട്ടുണ്ട്. വർക്ക്, സഫിക്സ്, വർക്കർ. ന്യൂ വേർഡ് വന്നപ്പോൾ നമുക്ക് വർക്കർ എന്നത്. ഇതിന് മുൻപ്, കാരണം വർക്ക്, സെൻസ്, അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. അതിൻ്റെ മുൻപ് വരുന്ന വാക്കുകൾ വെച്ച് നമ്മളിപ്പോൾ കുറേ പഠിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ അൺഹാപ്പി, അതുപോലെ ഡീകൺസ്ട്രക്ട്. മുൻപ് പ്രിഫിക്സ് വരുമ്പോൾ എങ്ങനെയാണ്. ഇനി സഫിക്സ്, ഓരോ വാക്കുകളും കഴിഞ്ഞ് സഫിക്സ്, ഓരോ വാക്കുകൾ വരുമ്പോൾ എന്തായിരിക്കും മീനിങ്, മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. വർക്കിൻ്റെ ഒപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ വർക്കറായിട്ട് മാറി. വർക്ക്, ജോലി. ന്യൂ വേർഡ് വർക്കറാണ്. വർക്കർ എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു നൗണായിട്ട് മാറി. വേർഡ് ക്ലാസ്സിൽ നിങ്ങൾ നൗൺ എന്ന് എഴുതണം. നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സെൻസ്ലെസ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. നമ്മളൊരാളെ വിശേഷിപ്പിക്കാനാണ് സെൻസ്ലെസ് എന്ന് പറയാം, ബുദ്ധിയില്ലാത്ത ആൾ. അങ്ങനെ നെക്സ്റ്റ് വൺ നല്ല ലൈക്കബിൾ എന്ന് പറയുന്നുണ്ട്. അതും നമ്മൾ അഡ്ജക്റ്റീവ് പറയാം, ഒരാളെ ഇഷ്ടപ്പെടുന്ന ആ ഓരോ കാര്യങ്ങൾ. ചൈൽഡിഷ് നമ്മൾ പറയില്ലേ, ഒരു കുട്ടികളുടെ സ്വഭാവമാണ്, ചൈൽഡിഷ് ക്യാരക്ടറാന്ന് പറയും. അതും നമ്മൾ എന്താ? ഒരാളെ വിശേഷിപ്പിക്കുകയാണ്, അതും അഡ്ജക്റ്റീവാണ്. ഐഡിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെർബാണ്. വെർബ് എന്ന് വെച്ചാൽ എന്താ? ഒരു ആക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ പൂജിക്കുക, അതിനാണ് ഇത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് സ്യൂട്ടബിൾ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടു ദ റൂട്ട് വേർഡ്. തന്നിരിക്കുന്ന റൂട്ട് വേർഡിന് കുറച്ച് പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്തിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാപ്പി നമുക്ക് എന്തെഴുതാം? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺഹാപ്പി എന്ന് എഴുതാൻ പറ്റും. ഹാപ്പിയുടെ ഒപ്പം NESS ആഡ് ചെയ്ത ഹാപ്പിനെസ് എന്ന് എഴുതാൻ പറ്റും. അടുത്തത് വർക്കിൻ്റെ ഒപ്പം ഡിസ്വർക്ക് എന്ന് എഴുതാം. വർക്ക് കഴിഞ്ഞൊരു സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ വർക്ക്ഫുൾ എന്ന് എഴുതാം. അതുപോലെ ഗ്രേസ്, അതിൻ്റെ ഒപ്പം പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ അൺഗ്രേസ്, സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ ഗ്രേസബിൾ. അതുപോലെ ഓരോന്നും. എർത്ത്ലി, അഡ്വാൻറ്റേജസ്, അഗ്രിമെൻറ്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ വാക്കുകളാക്കി മാറ്റി പുതിയ വാക്കുകൾ കിട്ടും കേട്ടോ.
നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. നമ്മൾ കുറച്ച് സെൻറ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കേൾക്കാത്ത കുറേ വാക്കുകളുണ്ട്. ഓർത്തിനോളജിസ്റ്റ്, എക്കോളജിസ്റ്റ്, അങ്ങനെ കുറേ വാക്കുകൾ. അതിനെപ്പറ്റി നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഡാഡി ആൻഡ് എക്കോളജിസ്റ്റ് ആൻഡ് മദർ ആൻഡ് ഓർണിത്തോളജിസ്റ്റ്. അപ്പോൾ ജംഗിൾ എയർ ക്രാഷിലെ വീണ്ടും ആ ചാപ്റ്റർ വന്നിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട് എൻ്റെ ഡാഡി ഒരു എക്കോളജിസ്റ്റ് ആണ്, അമ്മ ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്. held professorship at San Marcos University in Lima, and we spent a lot of time in the jungle where they carried out research. ഇത് പറയുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ എന്താണ് എക്കോളജിസ്റ്റ് എന്നുള്ളത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്കോ മീൻസ് കണക്റ്റഡ് വിത്ത് ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓർണിത്ത് എന്ന് പറഞ്ഞാൽ ഓർണിത്തോ മീൻസ് ബേർഡ്സ്, അപ്പോൾ പക്ഷികളെക്കുറിച്ച് പഠിക്കണതായിരിക്കാം. ഓളജി, എല്ലാത്തിൻ്റെ അടുത്ത് നമ്മൾ കുറേ ഓളജിസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഒന്നിനെ പറ്റി പഠിക്കുക, സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, എന്തിനെ കുറിച്ച് പറയണേനെയാണ് നമ്മൾ ഓളജി എന്ന് പറയുന്നത്. ബയോളജി, ബയോനെ പറ്റി പഠിക്കുക. ജിയോളജി, സുവോളജി, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഇസ്റ്റ്, എക്കോളജിസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓർത്തിനോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഡിനോട്ട് എ പേഴ്സൺ ഹു ബിലീവ് ഓർ പ്രാക്ടീസ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് പഠിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആൾ, അതാണ് നമ്മൾ ഇസ്റ്റ് എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ കുറേ തന്നിട്ടുണ്ട്, കുറേ വാക്കുകൾ. അതിൻ്റെ മീനിങ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു സയൻറ്റിഫിക്കലി സ്റ്റഡീസ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, മനുഷ്യനെ കുറിച്ച് പഠിക്കാം. എൻറ്റോമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡി ഇൻസെക്ട്, ഈ ഒരു ചെറിയ ചെറിയ പ്രാണികളൊക്കെ പറ്റി പഠിക്കുന്ന ആൾ. സൈക്കോളജിസ്റ്റ് നമുക്കറിയാം, വൺ ഹു സ്റ്റഡി ദ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, ഒരാളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാം. ഡെർമറ്റോളജിസ്റ്റ്, വൺ ഹു സയൻറ്റിഫിക്കലി സ്റ്റഡി ആൻഡ് ട്രീറ്റ് സ്കിൻ ഡിസീസസ്, സ്കിന്നിനെ പറ്റിയിട്ട് പഠിക്കുക, സ്കിൻ ഡിസീസസിന് വേണ്ടിയിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുക. ന്യൂറോളജിസ്റ്റ്, എ ഡോക്ടർ ഹു സ്റ്റഡി ആൻഡ് ട്രീറ്റ് ഡിസീസ് ഓഫ് ദ നെർവ്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. കാർഡിയോളജിസ്റ്റ്, എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ് ഇൻ മെഡിക്കൽ പ്രോബ്ലം റിലേറ്റഡ് ടു ഹാർട്ട്, നമ്മുടെ നെഞ്ച്, നമ്മുടെ ഹാർട്ട്, ഹൃദയം, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ആൾ കാർഡിയോളജിസ്റ്റ്. ബയോളജിസ്റ്റ്, എ സ്റ്റുഡൻറ്റ് ഓഫ് ബയോളജിയുടെ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ബയോപരമായിട്ട് എന്തെങ്കിലും കാര്യം പഠിക്കുന്ന ഒരാൾ. ഗ്രാഫോളജിസ്റ്റ്, എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഇൻഫറിങ് ക്യാരക്ടർ ഫ്രം ഹാൻഡ് റൈറ്റിങ്ങിൽ നിന്ന് ആൾക്കാരുടെ ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കുന്ന വ്യക്തിയാണ്, അത് ഗ്രാഫോളജിസ്റ്റ്. ഓപ്തമോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺ വിത്ത് ദ സ്റ്റഡി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസോർഡർ ആൻഡ് ഡിസീസ് ഓഫ് ദ ഐ. ഇത്രയുള്ള കണ്ണുകളെ പറ്റി പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ കണ്ണുകളെ പറ്റി ട്രീറ്റ് ചെയ്യുന്ന വ്യക്തി. മനസ്സിലായല്ലോ? ഇനി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രവി ഹാസ് എ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഇൻസെക്റ്റിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആൾ ആരായിരിക്കും? എൻട്രോമോളജിസ്റ്റ്. ഇനി ജോൺ ട്രീറ്റ് ഹാർട്ടിൻ്റെ ഡിസോർഡർ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആരാ? കാർഡിയോളജിസ്റ്റ്. ശ്രുതി ഈസ് എൻഗേജ് ഇൻ റിസർച്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ റൈസ്, മനുഷ്യൻ്റെ ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, മനുഷ്യൻ്റെ ആ ഒരു വംശത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ റിസർച്ച് ചെയ്യുന്ന ആള് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി ആരായിരിക്കും? ആന്ത്രോപോളജിസ്റ്റ്. അടുത്തത് ഐ ഡിസീസിനെ കെയർ ചെയ്യുന്ന ആളാണ് മാരി, അപ്പോൾ ഓഫ്തമോളജിസ്റ്റ്. അടുത്തത് പീപ്പിൾ വിത്ത് സ്കിൻ ഡിസീസ് എന്ന് വന്നാൽ തന്നെ ഡെർമറ്റോളജിസ്റ്റ്. റോഹൻ ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ദ മിസ്റ്ററീസ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, കണ്ട മാനസികാവസ്ഥ, സൈക്കോളജിസ്റ്റ്. രാഹുൽ സ്പെഷ്യലൈസ് ഇൻ ഡിസീസ് റിലേറ്റഡ് ടു ദ നെർവ് സിസ്റ്റം, ഞരമ്പ് സംബന്ധമായിട്ട് ന്യൂറോളജിസ്റ്റ്. അനിൽ അനലൈസ് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റും, ഗ്രാഫോളജിസ്റ്റ്. From a one-celled amoeba to the highly complex human beings, Dilip always want to know more about them. So he became a amoeba എന്ന് പറയുന്നത് ബയോളജിയിൽ വരുന്നതല്ലേ? അപ്പോൾ ആരാ? ബയോളജിസ്റ്റ്. അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ ബയോളജിസ്റ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 9 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ ജംഗിൾ എയർ ക്രാഷ്. വീണ്ടും ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള ഒരു കുറച്ച് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. Everything seemed quite normal. The take off, the climb over the snow covered antlers, break forth the smiling stewardess. Stewardess is a lady who serve passenger on a ship or an aircraft. നമ്മൾ എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെയുള്ളതാണ് ഈ സ്റ്റുവർഡ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. ഷിപ്പിലായാലും അങ്ങനെ നമ്മളെ സെർവ് ചെയ്യാൻ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഹൂ ആം ഐ, ഈ പിക്ചറിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഐ വർക്ക് ഇൻ എ മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് ക്യൂറേറ്റേഴ്സ്. അടുത്തത് മൈ ജോബ് ഈസ് ടു റൈറ്റ് ഡിക്ഷണറി എഴുതുന്ന ആളെ നമ്മൾ പറയുന്നത് ലെക്സിക്കോഗ്രാഫേഴ്സ്. ഐ ഏൺ എ ലിവിങ് ബൈ മെൻഡിങ് ഷൂസ് ഉണ്ടാക്കുന്നതും ഷൂസ് റിപ്പയർ ചെയ്യുന്ന ആൾ ആരാണ്? കോബ്ലർ. ഐ വർക്ക് വിത്ത് മാപ്സിനോടായിട്ടാണ്, മാപ്സിൻ്റെ ഹെൽപ്പോടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആരാണ്? കാർട്ടോഗ്രാഫേഴ്സ്. നെക്സ്റ്റ് വൺ, ഐ എക്സാമിൻ ആൻഡ് കട്ട് പ്രഷ്യസ് സ്റ്റോൺ, നല്ല വൈരക്കല്ല് അങ്ങനെയുള്ള കല്ലുകളൊക്കെ എക്സാമിൻ ചെയ്ത് കട്ട് ചെയ്യുന്ന ആളാണ്.
ലാപ്പിഡിസ്റ്റ്. നെക്സ്റ്റ് ഐ ഡീൽ വിത്ത് ഫ്ലവേഴ്സ്. പൂക്കളായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ ഫ്ലോറിസ്റ്റ് എന്ന് നമ്മൾ പറയും. ഐ സ്പെൻഡ് മൈ ടൈം വിത്ത് ബുക്സ്. ബുക്സ് ആയിട്ട് കൂടുതൽ സമയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് ബിബ്ലിയോഫീലിയ. നെക്സ്റ്റ് ഐ വർക്ക് ഫോർ എ സർക്കസ്. സർക്കസിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആരാണ്? സിർക്കി എന്നാണ് നമ്മൾ പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺസ്ക്രാമ്പിൾ ദ വേർഡ്സ് ടു ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് ദ പ്രൊഫഷൻ. കുറച്ച് പ്രൊഫഷൻസ് തന്നിട്ടുണ്ട്, അതൊന്ന് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രാമ്പ് ചെയ്തിട്ട് ഇട്ടേക്കണം. അത് നിങ്ങളോട് കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ കണ്ടു, അതിൻ്റെ വേർഡ്സ് തന്നെയാവില്ല ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾ ഈ 2 വേർഡ്സും പഠിച്ചു വെച്ചോ. ഇതിലുള്ള വേർഡ്സ് കൂടുതൽ പഠിച്ചേക്കുക കേട്ടോ. അതിലെ 2-3 വേർഡ്സിൻ്റെ വേറെ വാക്കുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. റവി ഈസ് ഇൻ ചാർജ് ഓഫ് മ്യൂസിയം. മ്യൂസിയത്തിന് ചാർജ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? ക്യൂറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിവിടെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. മോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വേർഡ്സ് ആൻഡ് ദർ മീനിങ്. വേർഡ്സും മീനിങ്ങും വരുന്നത് എവിടെ? ഡിക്ഷണറിയിലല്ലേ. അത് എഴുതുന്ന ആളെ നമ്മൾ എന്താ പറഞ്ഞത്? ലെക്സിക്കോഗ്രാഫർ. അടുത്തത് മാപ്പ് മേക്കിംഗ്. മാപ്പ് മേക്ക് ചെയ്യുന്ന ആളെ കാർട്ടോഗ്രാഫർ. ശ്രീനാഥ് മേക്സ് എ ലിവിങ് ബൈ മേക്കിംഗ് ആൻഡ് റിപ്പയറിങ് ഷൂ ഒക്കെ ഉണ്ടാക്കി അതിൽ റിപ്പയറൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നത് ആർദ്ധാര? കോബ്ലർ. രാധിക ലൈക്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ബുക്കായിട്ട് എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ ലൈബ്രറിയൻ അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ വേറെ വാക്ക് പഠിച്ച് നിങ്ങൾ ഇത് പഠിച്ചേക്കുക. അടുത്തത് ജോൺ ക്യാപ്ചർ ദ ഓഡിയൻസ് അറ്റൻഷൻ. ഓഡിയൻസ് കാണികളുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന ആളാണ് ജോൺ. അപ്പോൾ ജോൺ ആരാണ്? നമ്മൾ നേരത്തെ സിർക്കി എന്നാ പറഞ്ഞു. പക്ഷെ നമ്മൾ എക്രോബാറ്റ് എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ സാഹസികതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എക്രോബാറ്റ് എന്ന് പറയും കേട്ടോ. ഇനി കട്ടിങ് പ്രഷ്യസ് സ്റ്റോൺ ഇൻ തോമസിൻ്റെ പ്രൊഫഷൻ ജോലി എന്താണ്? വലിയ വലിയ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനെ നമ്മൾ എന്താ പറഞ്ഞത്? ലാപ്പിഡിസ്റ്റ് എന്ന് പറഞ്ഞ് ലാപ്പിഡറി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. റോഹൻ സെൽസ് ഫ്ലവർ സെല്ല് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഫ്ലവറിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ എന്താ പറഞ്ഞത്? ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതും നിങ്ങൾ എഴുതണം. നമ്മൾ എന്തായാലും വീഡിയോ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് 2024 നമ്മൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ഒന്നും കൂടി യൂസ്ഫുൾ ആവണം വേസിൽ കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക്